ആ മദ്രസ എന്ന മഹത്തായ വിദ്യാഭ്യാസത്തിൽ ഓരോ രക്ഷിതാവും കഷ്ടപ്പെടേണ്ടി വണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ ആരോഗ്യ റായത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഓരോ രക്ഷിതാവും മദ്രസ എന്ന വിഷയത്തിൽ വളരെ അധികം കഷ്ടപ്പെട്ട് ആത്മാരായിട്ട് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയും ബാക്കിയുള്ള കമ്മിറ്റികളും അതുപോലെ ഇവിടുത്തെ ഓരോ രക്ഷിതാവും മക്കളെ ദീനിയായി നിലക്ക് വളർത്തവും കഷ്ടപ്പെട്ടുകൊണ്ട് ഈ 4 വർഷത്തിൽ നാം കണ്ടുകൊള്ളും. എല്ലാ നിലക്കും ഏതെല്ലാം നിലക്കും മക്കളെ ഉയർത്തിക്കൊണ്ട് ഭരണകാവൂ ആ നിലക്കെല്ലാം പ്രോത്സാഹനമുള്ള പ്രിയപ്പെട്ട ആ പ്രോത്സാഹ തരലോടുകൂടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ഉസ്താദന്മാർ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോ ആ ക്ലാസ് എടുത്ത് പരിശീലിക്കണമായെങ്കിൽ അത് പരിശീലനം ഈ 1.5 ഗಂಟೆയുള്ള സുബൈക്ക് 1.5 ഗಂಟലും 1.5 ഗಂಟയുള്ള ക്ലാസ്സിൽ പരിശീലനം ആവില്ല, ഒരിക്കലും ആവില്ല. അത് രക്ഷിതാക്കന്മാരായ നിങ്ങളാണ് ആ പരിശീലനം കൊടുക്കേണ്ടത്. എങ്ങനെയാണ് പരിശീലനം കൊടുക്കേണ്ടത്? സുബഹി പാഠത്തിൽ എല്ലാം പഠിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീനെ, പരിശീലനമായിട്ട് ഞങ്ങൾ വേണ്ടത് ഒരു കാർ ഡ്രൈവർ പഠിക്കുന്ന ഒരാൾ ബുക്ക് ഓതിട്ട് കാർ ഡ്രൈവർ എങ്ങനെയുണ്ട്, ബുക്ക് ഓതിട്ട് ഡ്രൈവർ പോയിട്ട് ഡ്രൈവർ സീറ്റ് വെച്ചിട്ട് സ്റ്റാർട്ടാക്കി എങ്ങനെയൊക്കും ഇന്നൊരു ആ ഡ്രൈവിംഗ് കറക്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഡ്രൈവിംഗ് ക്ലാസ് പോയിട്ട് അവിടെ പരിശീലിച്ച് പിന്നെ ആയിട്ട് നമ്മൾ ഡ്രൈവർ ക്ലിയർ ആയിട്ട് പഠിക്കുക. അതേപോലെ ഊടെ എടുത്ത പാഠം അല്ലെങ്കിൽ ഊടെ എടുത്ത ക്ലാസ് അത് പരിശീലനയിലൂടെ ഞങ്ങൾ മക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഞങ്ങളെ അധ്വാനത്തിൽ ഞങ്ങൾ കൂടെ പരിശീലനം ആക്കിക്കൊണ്ടുള്ള എല്ലാ നിലവും നല്ലതുപോലെ അധ്വാനിച്ച് മക്കളെ നല്ലതുപോലെ അധ്വാനിച്ചുകൊണ്ടുള്ള കണ്ടുകൊണ്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ രക്ഷിതാക്കന്മാരും നന്നായാലേ മക്ക നന്നാവും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങൾ സുബഹിക്ക് ಬೇಗ ಎಣಿಕಿನಂಗ ಅವಳಿಗೆ ಆ ಮಕ್ಕ ಬೇಗ ನಿಸ್ಕಿನಿಗೆ ಹೋಗಲಿಕ್ಕೆ ഞങ്ങളെ കണ്ടിട്ട് മക്ക എണിക്കണം ആവണം. അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് പരിശീലനം ഞങ്ങളെ ജീവിതത്തിലൂടെ നമ്മൾ കൊടുക്കണം. ഉയർത്തിക്കൊണ്ടുകൊണ്ട് തഹജ്ജുദ് നിസ്കരിപ്പാട്ടിട്ട് ദീനിയായ പരമപരമായ എല്ലാ വിജ്ഞാനങ്ങളും കൊടുത്തിട്ട് ആ ഉമ്മ വലിയൊരു സ്ഥാനത്തേക്ക് എത്തുവാട്ട് അങ്ങനെ വിദ്യാഭ്യാസം പഠിച്ചിട്ട് ഇനി ഉന്നത വിദ്യാഭ്യാസം എടുക്കുവാനായിട്ട് ഓക്സ്ഫോർഡ് രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് ഉപദേശിക്കുന്ന മോനെ, നീ പരിശീലിച്ചോണ്ട് വന്ന് നീ നിസ്കരിച്ചോണ്ട് വന്ന് ആ തഹജ്ജുദ് നീ ഒഴിവാക്കുമ്പോൾ തീരാ. അതുപോലെ 3 കാര്യങ്ങൾ അവിടെ നിന്ന് ഉപദേശിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ മക്ക പഠിപ്പിക്കാനാവുമോ? ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ മക്ക ഉന്നത വിജ്ഞാനത്തിൽ എത്താനാവണം. എല്ലാ നിലക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ക്ലാസ് മക്കളെ എപ്പോഴും ചെറിയ മക്കളെ കേൾക്കലുണ്ട്, എപ്പോഴും ഓർമ്മപ്പെടുത്തലുണ്ട്. മക്കളെ കൂടെ പഠിച്ചതുകൊണ്ട് മയ്യാവില്ല ഔത്ത് പോയിട്ട് സുബൈക്ക് ബാങ്കയുടെ സമയത്ത് എനിക്ക് ശ്രമിക്കണം. അത് ബാബന്മാരോട് ഉമ്മന്മാരോട് ഓർമ്മപ്പെടുത്തണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു സുബഹി നിസ്കരിച്ചിട്ട് അങ്ങനെ കുറെ മക്കൾ കേട്ടാമോ കുറെ മക്കൾ ആൻസർ അങ്ങനെ ലേറ്റായി അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ മക്കൾ ചൊന്നരാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഉറപ്പുപ്പെടുത്തിയാൽ എന്നാലേ ആ മക്ക ഞങ്ങളുടെ മുന്നിലുള്ള ആ നല്ലൊരു ജീവിതത്തിലേക്ക് വരണമെന്നുള്ള കാരണമാവും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ ഞങ്ങളെ മക്ക ഞങ്ങൾ എപ്പോഴും സന്തോഷമേ ആയിട്ടിടാറ്.
പിന്നെ ഒരു കാര്യം ചെന്നെങ്കിൽ അങ്ങനെ നല്ലോണം അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് പഠിപ്പാടിയിട്ടുള്ള അതുപോലെ ആ പഠിക്കുമ്പോ ബർബത്ത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രസംഗം നിപ്പാട്ടാൻ ഞങ്ങളെ മക്ക ബർബത്തുക നല്ല ആഫിയത്ത് വേണ്ടി ഏതും വേണം. ആഫിയത്ത് പഠിക്കുമ്പോ ആഫിയത്ത് വേണ്ടി ആ ആഫിയത്ത് വേണമെങ്കിൽ നല്ല വയറ് നിറച്ചിട്ട് കിടത്തും മക്കളെ. വയറ് മറിച്ചിട്ട് കിടത്തിരിക്കുന്ന കാരകാവുണ്ടാവും. അത് നല്ല ഒരേ മക്ക ഫുഡ് എടുക്കാണ്ട് വന്നിട്ട് ഇവിടെ ആസലടിക്കുന്ന അവസ്ഥ കണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അതുകൂടി ഓർമ്മപ്പെടുത്തിട്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനമാക്കിയിട്ട് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.